ഈ പേപ്പർ കവറുകൾ മാത്രം വെച്ച് ഒരു കിടിലൻ ഐറ്റം ചെയ്തെടുത്താലോ? അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള പേപ്പർ കവർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ വെറുതെ ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിയുന്ന ഇതുപോലത്തെ കവറുകൾ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ ഇതിൽ നിന്ന് 3 പീസുകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വീതി കൂടിയ ഒരു പീസും വീതി കുറഞ്ഞ 2 പീസുകളുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇനി ഇതുപോലത്തെ കവറുകളൊന്നും ആരും ഇനി വെറുതെ കളയരുത്. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ 3 പീസുകൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ വീതി കൂടിയ പീസ് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതുപോലത്തെ പേപ്പർ കവറുകളൊക്കെ വെച്ച് വേറെയും ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മളൊരു ഈർക്കിളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമ്മളിവിടെ ബ്രഷ് പെൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വീതി കുറഞ്ഞ 2 പീസിലും നമുക്ക് ബ്രഷ് പെന്ന് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇതിന്റെ 2 ഭാഗത്തും നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. നമ്മൾ വെറുതെ കളയുന്ന പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 2 പീസിലും നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ഭാഗം ഇതുപോലെ ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അടുത്ത പീസ് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊന്നും ആരും ഇനി വെറുതെ കളയരുത്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതൊന്ന് നിവർത്തി നോക്കുകയാണ്. അടുത്ത പീസും ഇനി നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 പീസിലും ഇതുപോലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്കതൊന്ന് ചുറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് നമ്മൾ ഇന്ന് ഇത് വെച്ച് ചെയ്തെടുക്കുന്നത്. ഒരു പീസ് ഇതിൽ മുഴുവനായും ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത പീസും ഇതിലേക്ക് ചുറ്റി കൊടുക്കണം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? അപ്പൊ നമ്മൾ ഒരു പീസ് അതിൽ ചുറ്റി കൊടുത്ത് തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. തീരെ കനം കുറഞ്ഞ പേപ്പർ കവറിനേക്കാളും കുറച്ച് കട്ടിയുള്ള ഇതുപോലത്തെ പേപ്പർ കവറുകളായിരിക്കും നമുക്ക് ഒന്നും കൂടെ ഇത് ചെയ്തെടുക്കാനായിട്ട് നല്ലത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2ാമത്തെ പീസ് നമ്മൾ അതിലേക്ക് ചുറ്റി കൊടുത്ത് തീരാറായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് കവർ വെച്ച് ഇതുപോലെ ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ വേസ്റ്റ് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലത്തെ കവറുകൾ വെച്ച് തന്നെ കുറച്ച് ഇലകളും ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതിൽ നിന്നും 2 പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസ് നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസിൽ നിന്നും നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളതൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടുത്ത പീസ് മടക്കി കൊടുത്ത് നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലത്തെ പേപ്പർ കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകൾ തീർച്ചയായും എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണേ. നമ്മളത് ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് കവറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവരുതേ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. വേറെ കുറച്ച് ഇലകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേസ്റ്റ് കവറുകൾ വെച്ച് ഇത്രയും ഇലകളും പൂക്കളുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്? അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.